പ്രിയമുള്ളവരെ, വചനജ്വാല 1083 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 18 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചനവായനയിൽ 1 മക്കബായരുടെ പുസ്തകം 10-ാം അധ്യായം 57 മുതൽ 72 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ടോളമി തന്റെ മകൾ ക്ലെയോപാത്രയുമൊത്ത് ഈജിപ്തിൽ 162-ാം ആണ്ടിൽ ടോളമായിൽ എത്തി. അലക്സാണ്ടർ അവനെ സ്വീകരിച്ചു. ടോളമി മകൾ ക്ലെയോപാത്രയെ അലക്സാണ്ടറിന് നൽകി. ടോളമായിസിൽ വെച്ച് രാജകീയ ആഡംബരങ്ങളോടെ വിവാഹം നടന്നു. തന്നെ വന്നു കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അലക്സാണ്ടർ രാജാവ് ജോനാഥനെ കത്തെഴുതി. ജോനാഥൻ ആഡംബരത്തോടെ ടോളമയായിസിലേക്ക് ചെന്നു. രാജാക്കന്മാർ 2 പേരും സന്ദർശിച്ചു. അവൻ അവർക്കും അവരുടെ സ്നേഹിതന്മാർക്കും പൊന്നും വെള്ളിയുമായി ധാരാളം സമ്മാനങ്ങൾ നൽകി. അവരുടെ പ്രീതിക്ക് പാത്രമായി ഇസ്രായേലിലെ ദ്രോഹികളും അധർമ്മികളുമായ ഒരു കൂട്ടം ആളുകൾ അവനെതിരെ ഒത്തുചേർന്നു. അവനിൽ കുറ്റമാരോപിച്ചു. എന്നാൽ അലക്സാണ്ടർ രാജാവ് അത് കണക്കെടുത്തില്ല. ജോനാഥന്റെ വസ്ത്രം മാറ്റി പകരം അവനെ ദ്രൂമ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അവർ അപ്രകാരം ചെയ്തു. രാജാവ് അവനെ തനിക്കരികെ ഇരുത്തി തന്റെ സേവകരോട് പറഞ്ഞു, നിങ്ങൾ ജോനാഥനുമൊത്ത് നഗരമധ്യത്തിലേക്ക് പോകുവിൻ. ആരും ഒരു കാരണവശാലും അവനിൽ കുറ്റമാരോപിക്കുകയോ അവന് ശല്യം ചെയ്യുകയോ പാടില്ലെന്ന് പ്രഖ്യാപിക്കുവിൻ. രാജവിളംബരമനുസരിച്ച് ജോനാഥൻ ബഹുമാനിതനാകുന്നതും അവൻ രാജവസ്ത്രം അണിഞ്ഞിരിക്കുന്നതും കണ്ടപ്പോൾ അവനെതിരെ കുറ്റമാരോപിച്ചിരുന്നവർ പലായനം ചെയ്തു. ഇങ്ങനെ രാജാവ് അവനെ ബഹുമാനിച്ചു. തന്റെ മുഖ്യ സുഹൃത്തുക്കളിൽ ഒരാളായി അവനെ കണക്കാക്കി. അവനെ ഒരു സേനാധിപനും പ്രവിശ്യയുടെ ഭരണാധികാരിയുമായി നിയമിക്കുകയും ചെയ്തു. സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജോനാഥൻ ജെറൂസലേമിലേക്ക് മടങ്ങി. ദെമേത്രിയൂസിന്റെ മേൽ വിജയം. 165-ാം ആണ്ടിൽ ദെമേത്രിയൂസിന്റെ മകൻ ദെമേത്രിയൂസ് ക്രേത്തിൽ നിന്ന് തന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് വന്നു. ഇതറിഞ്ഞ് അലക്സാണ്ടർ രാജാവ് അതിയായി ദുഃഖിച്ച് അന്ത്യോക്യയിലേക്ക് മടങ്ങി. ദെമേത്രിയൂസ് ദക്ഷിണ സിറിയയിലെ ഭരണാധിപനായിരുന്ന അപ്പോളോണിയൂസിനെ തന്റെ സൈന്യാധിപനായി നിയമിച്ചു. ഒരു വലിയ സൈന്യവുമായി അവൻ ജാമ്നിയാക്കെതിരെ പാളയമടിച്ചു. അനന്തരം പ്രധാന പുരോഹിതനായ ജോനാഥനെ ഈ സന്ദേശം അയച്ചു: നീ ഒരാൾ മാത്രമാണ് എനിക്കെതിരെ നിലകൊള്ളുന്നത്. തന്മൂലം ഞാൻ നിന്ദനും അപഹാസ്യനുമായി തീർന്നിരിക്കുന്നു. മലമ്പ്രദേശങ്ങളിൽ ഞങ്ങൾക്കെതിരായി എന്തുകൊണ്ട് നീ അധികാരം പ്രയോഗിക്കുന്നു? നിന്റെ സേനാബലത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ സമതലത്തിലേക്ക് വരിക. അവിടെ വെച്ച് നമുക്ക് ബലപരീക്ഷണം നടത്താം. നഗരങ്ങളുടെ പിൻബലം എനിക്കുണ്ട്. ഞാൻ ആരാണെന്നും എന്നെ സഹായിക്കുന്നവൻ ആരൊക്കെയാണെന്നും അന്വേഷിക്കുക. നിന്റെ പിതാക്കന്മാരെ 2 പ്രാവശ്യം പലായനം ചെയ്യിച്ച ഞങ്ങളെ ചെറുത്തു നിൽക്കാൻ നിനക്ക് സാധിക്കുകയില്ലെന്ന് നീ അറിയും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഹെലേന രാജ്ഞിയെ അനുസ്മരിക്കുന്ന
പൊൻസുദിനമാണ്. മിലാൻ വിളംബരത്തോടെ ക്രിസ്തുമതത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയാണ് ഹെലന രാജ്ഞി. മാനസാന്തര ശേഷം ഭക്താഭ്യാസങ്ങളിലും ദാനധർമ്മങ്ങളിലും ഉത്സുകയായിരുന്നു. 75 വയസ്സിൽ ഗാഗുൽത്തായിൽ ദേവാലയം പണിയുവാൻ കൽപ്പന കൊടുക്കുകയും പണി കാണുവാൻ ജെറൂസലേമിലേക്ക് പോവുകയും ചെയ്തു. ഗാഗുൽത്തായിൽ യഥാർത്ഥ കുരിശു കണ്ടെത്താൻ ശ്രമിക്കുകയും അവസാനം 3 കുരിശുകളും കണ്ടെത്തി. യേശുവിനെ തറച്ച കുരിശ് ഒരു രോഗസൗഖ്യത്തിലൂടെ കണ്ടെത്തുകയും ചെയ്തു. അവിടെയും ക്രിസ്തുവിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഓരോ പള്ളി പണിയിച്ച് റോമിലേക്ക് മടങ്ങുകയും അധികം വൈകാതെ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ ഹെലന രാജ്ഞിയെ അനുസ്മരിച്ച് വിശുദ്ധ ഹെലന രാജ്ഞിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു.